സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിനുള്ള പട്ടിക രാജ്ഭവന് സർക്കാർ കൈമാറി. 3-അംഗ പാനലാണ് സർക്കാർ ചാൻസലർക്ക് നൽകിയത്. സാങ്കേതിക സർവകലാശാലയിലേക്കുള്ള പട്ടികയിൽ ഡോക്ടർ ജയപ്രകാശ്, ഡോക്ടർ പ്രവീൺ, ഡോക്ടർ സജീവ് എന്നിവരാണുള്ളത്. മനീഷ് മഹിവാൽ വീണ്ടും ചേരുന്ന വിവരങ്ങളുമായി. പറയും മനീഷ്. SKN കേരളത്തിലെ സർവകലാശാലകളിലെല്ലാം തന്നെ ഹൈക്കോടതി വിധിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അംഗബലത്തിൻ്റെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിൽ നിലവിൽ അതെല്ലാം പിടിച്ചെടുക്കാനുള്ള സർക്കാരിൻ്റെ നീക്കമാണ് നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നിലവിൽ സാങ്കേതിക സർവകലാശാലയിൽ നേരത്തെ, അതായത് കഴിഞ്ഞ തവണ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് തന്നെ ഒരു പട്ടിക നേരത്തെ രാജ്ഭവന് കൊടുത്തിരുന്നു. പക്ഷേ ആ പട്ടിക അംഗീകരിക്കാതെ ആയിരുന്നു സിസ തോമസിനെയും പിന്നീട് ശിവപ്രസാദിനെയും 2 താൽക്കാലിക VC-മാരായി ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് അവരെ VC-മാരാക്കിയത്. പക്ഷേ നിലവിൽ ഈ 3 പേരുടെ പട്ടികയുടെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഡോക്ടർ ജയപ്രകാശ്, ഡോക്ടർ പ്രവീൺ, ഡോക്ടർ സജീവ് എന്നിവരാണ് ആ 3 പേർ. അതായത് സാങ്കേതിക സർവകലാശാലയെ സംബന്ധിച്ച് സർക്കാർ രാജ്ഭവന് കൊടുത്തിട്ടുള്ള ഈ 3 പേരുടെ പേരാണ്. അതിൽ ഒരാൾ പുതിയ ആളാണ്. അതായത് കഴിഞ്ഞ തവണ കൊടുത്ത 3 പേരുടെ ഡോക്ടർ സജീവാണ് പുതിയ ആൾ. നേരത്തെ കൊടുത്ത ആൾ ഈ മേഖലയിൽ നിന്ന് റിട്ടയറായി പോയ വ്യക്തി കൂടിയാണ്. ഇനി ഇവരെ സംബന്ധിച്ചിട്ട് പ്രൊഫൈൽ, ഇവർക്ക് മുൻകാല യോഗ്യത എന്താണ്, ഇവർ ഏത് പ്രൊഫഷനിലാണ് ജോലി ചെയ്തടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂറുകൾ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. പക്ഷേ രാഷ്ട്രീയമായി തന്നെ സർക്കാർ ഇതിനെ നോക്കിക്കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം VC അല്ലെങ്കിൽ ചാൻസലർ, ഗവർണർ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച്, അതായത് പൂർണ്ണമായ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. സർക്കാർ നൽകുന്ന പേര് തന്നെ, ആ ശുപാർശ തന്നെ അംഗീകരിച്ചുകൊണ്ടായിരിക്കണം താൽക്കാലിക VC അതും 6 മാസത്തേക്ക് നിയമിക്കേണ്ടതെന്ന ഹൈക്കോടതി ഉത്തരവിനെ ഇവിടെ ശരിക്കും കൗശലത്തോട് തന്നെ സർക്കാർ ഉപയോഗിക്കുന്നതെന്നാണ് നോക്കിക്കാണേണ്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് എത്രയും വേഗം ഡിജിറ്റൽ ഒപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയിലെ പുതിയ VC-മാർ ആരായിരിക്കണമെന്നുള്ള 6 അംഗ പട്ടിക നിലവിൽ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് അത് രാജ്ഭവൻ മുഖേന കൈമാറിയിട്ടുള്ളത്. SKN. ഓക്കെ.